ആലപ്പുഴ അർത്തുങ്കലിൽ 4 സംഘം ഒരു ബാർ അങ്ങ് അടിച്ചു തകർത്തു. അർത്തുങ്കൽ ചള്ളിയിൽ കാസിൽ ബാറിലാണ് രാത്രിയിൽ ആക്രമണം ഉണ്ടായത്. ആ ദൃശ്യങ്ങളാണ് കാണുന്നത്. ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചുകൊണ്ടാണ് 4 സംഘം ബാർ അടിച്ച് തകർത്തത്. മദ്യക്കുപ്പികൾ അടിച്ചു തകർത്തു. മദ്യക്കുപ്പികൾ എടുത്തുകൊണ്ടു പോവുകയും ചെയ്തു. അക്രമം നടത്താൻ തയ്യാറായി വന്ന സംഘമാണ്. മുഖംമൂടി ധരിച്ചിട്ടുണ്ട്. കൃത്യമായ ആയുധങ്ങൾ കൊണ്ടാണ് വന്നത്. ആളുകൾ ഓടി രക്ഷപ്പെടുന്നത് നമുക്ക് കാണാം. രഘുനാഥ് ധാരാളം വിവരങ്ങളുമായി നമ്മളോടൊപ്പം ചേരുകയാണ്. രഘു, ഈ അക്രമികളെ പറ്റി പോലീസിന് എന്തെങ്കിലും വിവരമുണ്ടോ? ഉണ്ട് മാധു. അതായത് വിഷ്ണു ഗോപി എന്നുള്ള ആ സമീപത്തെ പ്രദേശത്തുള്ള ഗുണ്ടാ ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ള ധാരാളം ക്രിമിനൽ പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുള്ള വിഷ്ണു ഗോപിയുടെ നേതൃത്വത്തിലാണ് ഈ അക്രമം നടന്നത് എന്നുള്ളതാണ് പ്രാഥമികമായിട്ടുള്ള നിഗമനം. നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് കാണാൻ സാധിക്കും ഇത്ര ഭീകരമായ ഒരു അന്തരീക്ഷമാണ് ബാറിൽ. സാധാരണ നിലയിൽ ഇത്തരത്തിലൊരു ഗുണ്ടായിസം കാണിക്കാൻ ഗുണ്ടകൾ പോലും ഭയപ്പെടും. കാരണം ബാറിലൊക്കെ കയറി എന്തെങ്കിലുമൊക്കെ അതിക്രമം കാണിച്ചാൽ എങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നതെന്ന് എല്ലാവർക്കും അറിയാവുന്നതാണ്. പക്ഷേ അപ്രതീക്ഷിതമായി മുഖം മറച്ചുകൊണ്ട് വലിയ വാളുമായിട്ടെത്തിയ 4 സംഘമാണ് ബാറ് അടിച്ച് തകർത്തത് എന്ന് മാത്രവുമല്ല, നമ്മൾ ഈ ഘട്ടത്തിൽ മനസ്സിലാക്കുന്നത് ഇനിയും ബാറ് ഉടമയും ഈ ഗുണ്ടകളുമായിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്ന് നമുക്ക് നിലവിൽ അറിയില്ല. നമ്മൾ ബാറ് ഉടമസ്ഥനോട് സംസാരിച്ചപ്പോൾ അങ്ങനെ യാതൊരുവിധമായ പ്രശ്നവുമില്ല എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. അദ്ദേഹത്തിൻ്റെ ഒരു സംശയം, അതായത് ഒരു പക്ഷേ മദ്യം മോഷ്ടിക്കാൻ വേണ്ടി എത്തിയതായിരിക്കാം. കാരണം ഒരു വൈകുന്നേരം 8 മണിയോടുകൂടിയാണ് ഇവരെത്തിയത്. ആ സമയത്ത് ഒരു പക്ഷേ മദ്യം വാങ്ങാൻ പൈസ ഇല്ലാത്തതുകൊണ്ട് വാളുമായി, അവിടെ സാധാരണ നിലയിൽ ഗുണ്ടകളായതുകൊണ്ട് വാളിന് വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ലല്ലോ. അതായത് വാളുമായി എത്തി അവർ അക്രമം നടത്തി മദ്യവുമായി പോയതാണ് എന്നുള്ളതാണ് പ്രാഥമികമായിട്ടുള്ള നിഗമനം. കാരണം ദൃശ്യങ്ങളിൽ നിന്ന് നമുക്ക് കാണാം മദ്യം അടിച്ചു പൊട്ടിക്കുക മാത്രമല്ല, അത്യാവശ്യം പാഴ്സൽ, അതായത് കൈവളവിന് കിട്ടിയ മദ്യക്കുപ്പിയൊക്കെ ആയിട്ടാണ് ഈ ഗുണ്ടകൾ പോകുന്നത്. 4 പേരാണ് ഈ അതിക്രമം നടത്തിയത്. മുഖം മറച്ചിട്ടുണ്ട്. എന്നാൽ ഇവർ പറയുന്നത്, ബാർ ഉടമ പറയുന്നത്, സാധാരണ നിലയിൽ മദ്യപിക്കാൻ എത്തുന്ന ആളുകൾ തന്നെയാണ്. ഈ ബാറിൽ മദ്യപിക്കാനൊക്കെ എത്തുന്ന ആളുകൾ തന്നെയാണിത്. അതുകൊണ്ട് അവർക്ക് തിരിച്ചറിയാൻ വേണ്ടി സാധിച്ചു. ഈ ബാർ ഉടമയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് കേസ് എടുത്തിട്ടുണ്ട്. കണ്ടാൽ അറിയാവുന്ന 4 പേരാണ് പ്രതികൾ. പ്രതികൾ പരിസര പ്രദേശത്തൊക്കെ തന്നെ ഉണ്ടാകും എന്നുള്ളതാണ് പോലീസിന്റെ നിഗമനം. പക്ഷേ ഈ ക്രിമിനൽ പശ്ചാത്തലമുള്ള ആളുകളായതുകൊണ്ട് അവർക്ക് വേഗത്തിൽ ഒളിക്കാനോ അല്ലെങ്കിൽ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് ഈ സ്ഥലത്ത് തന്നെയുള്ള വിഷ്ണു ഗോപി തന്നെ ആണ് ഇത് നടത്തിയത് എന്ന് പറയുന്നു. അയാൾക്ക് ഈ ബാറുമായുള്ള പ്രശ്നം എന്താണ്? അങ്ങനെ നിലവിൽ നമുക്ക് എന്താണ് പ്രശ്നമെന്ന് മനസ്സിലാക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല. അതാണ് ഞാൻ ആദ്യമേ പറഞ്ഞത്. സാധാരണ നിലയിൽ ബാർ ഉടമസ്ഥയോട് ഉണ്ടായിട്ടില്ല എന്നുള്ള, ഒരുപക്ഷെ കയ്യിൽ പണമില്ലാത്തത് കൊണ്ട് ഒരു ഭീകരാന്തരീക്ഷം ഉണ്ടാക്കി. കാരണം നമുക്കറിയാം, ഒരു തവണയല്ല പലതവണ ഈ വാളൊക്കെ ആയിട്ട് ആളുകളെ വെട്ടാൻ വേണ്ടി പോവുകയൊക്കെ ചെയ്യുന്നുണ്ട്. അതായത് ആളുകളെ മർദ്ദിക്കണമെന്നുള്ളൊരു ഉദ്ദേശം അപ്പോഴുള്ള ആക്രമണത്തിനില്ല എന്ന് വേണം നമ്മൾ ആ ഒരു ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ, ആ സീനിൽ നിന്ന് മനസ്സിലാക്കാൻ. പക്ഷേ ആളുകളെ ഭയപ്പെടുത്തി പുറത്താക്കി ജീവനക്കാരെ വാള് കാട്ടി ഓടിച്ച ശേഷം അവിടെ നിന്ന് മദ്യക്കുപ്പികളുമായിട്ടാണ് ഈ സംഘം പോയിരിക്കുന്നത്. ഇതിലൊരാൾ ഇടയ്ക്ക് താഴെ വീഴുന്നൊക്കെ ഉണ്ടല്ലോ, അവിടെ മറ്റാരെങ്കിലും ഉണ്ടോ? ആർക്കെങ്കിലും പരിക്ക് പറ്റിയിരുന്നോ? അങ്ങനെ നിലവിൽ ആർക്കും കാര്യമായ പരിക്ക് പറ്റിയിട്ടില്ല. കാരണം ഈ ആയുധം വെച്ച് വീശിയപ്പോൾ തന്നെ, അല്ലെങ്കിൽ ആയുധം വലിയ വാളൊക്കെ കയ്യിലുണ്ടെങ്കിൽ തന്നെ അവിടെയുള്ള മനുഷ്യരെ ആക്രമിച്ചിട്ടില്ല. മറിച്ച് ഈ ചില്ലുകുപ്പി, ബിയറിൻ്റെ കുപ്പി തല്ലിപ്പൊട്ടിക്കുക, അല്ലെങ്കിൽ ചില്ലുകുപ്പിയുള്ളായിരുന്ന മദ്യം തല്ലിപ്പൊട്ടിക്കുക, അങ്ങനെ ഒരു ഭീകരാന്തരീക്ഷം ഉണ്ടാക്കിയെടുത്ത് അവിടെ നിന്ന് ആളുകളെ എല്ലാം നമുക്ക് ആ ഒരു ബാർ അത്യാവശ്യം നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന നല്ല വൃത്തിയുള്ള ബാറാണ്. നമുക്ക് ആ ദൃശ്യങ്ങളിൽ നിന്ന് കാണാം. ധാരാളം ആളുകൾ മദ്യപിക്കുന്ന ഒരു സമയത്താണ് നമ്മൾ സിനിമയിലൊക്കെ കാണുന്നത് പോലെ ഈ ആളുകൾ കയറി വരികയും എനിക്ക് തോന്നുന്നു രാവണപ്രഭുവിനകത്തൊക്കെ മോഹൻലാൽ തോക്ക് വെച്ച് വെടിവെച്ച് ആളുകളെ ഒഴിവാക്കുന്നത് പോലെ ഇവിടെ വാള് കാണിച്ച് ആളുകളെ എല്ലാം ഒഴിവാക്കി അവരുടെ മാത്രമാക്കിയതിനു ശേഷം ബാറിലെ അതിക്രമം നടത്തുകയും ബാറിൽ നിന്ന് മദ്യം എടുത്തുകൊണ്ട് പോവുകയാണ്. മദ്യം അവിടെ നിന്ന് കുടിച്ചില്ല. കാരണം ഒരു 10-15 കുപ്പി മദ്യം പോയിട്ടുണ്ട് എന്നുള്ളതാണ് പ്രാഥമികമായിട്ടുള്ള നിഗമനം. അത് എത്രയാണെന്ന് പറഞ്ഞ് തിട്ടപ്പെടുത്താൻ വേണ്ടി സാധിക്കാത്തത്, അവിടെ ധാരാളം മദ്യക്കുപ്പികൾ പൊട്ടിച്ചിട്ടുമുണ്ടായിരുന്നു. അതുകൊണ്ടാണ് അതിൻ്റെ ഒരു എണ്ണം കൃത്യമായിട്ട് പറയാൻ വേണ്ടി സാധിക്കാതെ. എന്തായാലും
ആസൂത്രണത്തോടു കൂടിയാണ് വന്നത്. ബാറുടമയായിട്ടുള്ള എന്തെങ്കിലും പ്രശ്നമാണോ, മറ്റ് വ്യക്തിപരമായ പ്രശ്നമാണോ, അതോ ഞാൻ പറഞ്ഞതുപോലെ മദ്യം വാങ്ങാൻ പൈസ ഇല്ലാത്തതുകൊണ്ട് ഭീകരാന്തരീക്ഷം ഉണ്ടാക്കി മദ്യം എടുത്തുകൊണ്ട് പോകാനാണോ വന്നത് എന്നുള്ള കാര്യം അന്വേഷണത്തിലൂടെ വ്യക്തമാവുക. എന്തായാലും സംഘം രഘുനാഥ് നാരായണനാണ് വിവരങ്ങൾ നൽകിയത്. ആലപ്പുഴ അർത്തുങ്കലിൽ 4 അംഗ സംഘം ഒരു ബാറിൽ സൃഷ്ടിച്ച ഭീകരാന്തരീക്ഷവും ആളുകൾക്ക് നേരെ വാളടക്കം വീശി നടത്തിയ അക്രമങ്ങളും മോഷണവും ഒക്കെയാണ് നമ്മൾ കണ്ടത്.